നമസ്കാരം. നമസ്കാരം. അങ്ങോട്ടിരിക്കാം. അമ്മേ നമസ്കാരം. അവിടെ ഇരുന്ന പ്രതാപൻ മുതലാളി ഇത്രയും കാലം കല്യാണം വേണ്ടെന്ന് വെച്ച് നടന്നെങ്കിലും പാറുവിന്റെ ആലോചന വന്നപ്പോ പെട്ടെന്ന് സമ്മതിച്ചു. ജനകൻ ചേട്ടന് ഭാഗ്യമുണ്ടല്ലോ. ആ ഭാഗ്യമാണ് പാറുവിന്റെ രൂപത്തിൽ മകളായിട്ട് ചേട്ടന് ജനിച്ചത്. എന്തായാലും പ്രതാപൻ മുതലാളിയെ പോലെ ഒരു മരുമോനെ കിട്ടിയത് ജനകന്റെ ഭാഗ്യം തന്നെ. ജനക, പാറുവിനെ വിളിക്കാൻ സമയമായില്ലേ? പാറുവിനെ വിളിക്കാറായോ? ചെല്ല്. ചെന്നാട്ടെ. അതെ, ഞാനിവിടെ പോയിട്ട് വരാം. ശരി. ഈ സാരിയില് നല്ല ലുക്കായിട്ടുണ്ട് ഏട്ടത്തിയമ്മ. പാറു സാരി എടുത്ത് കാണുമ്പോ വേറെ ആരെയോ പോലെ ഉണ്ടല്ലേ? സത്യം. നീതു എന്താടി മിണ്ടാതിരിക്കണേ? പാറുവിനെ കാണാൻ എങ്ങനെയുണ്ടെന്ന് പറ. ഇവളെന്താടാ രാവിലെ മുതൽ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? നീതു, സൈക്കിൾ റേസിൽ എന്നെയും സ്നേഹത്തിൽ എന്റെ ഏട്ടനെയും ഏട്ടത്തിയമ്മ തോൽപ്പിച്ചു കളഞ്ഞു. പക്ഷേ റേസിലെ പോലെ എന്റെ ഏട്ടന്റെ സ്നേഹത്തിന് വേണ്ടി മത്സരിക്കാൻ നിന്നിട്ട് ഒരു കാര്യമില്ല. അതിലന്നും ഇന്നും ഇനി എന്നും ഞാൻ മാത്രമേ ജയിക്കൂ.